വയനാടൻസ് കഫേയിലാണേ നമ്മളിന്നുള്ളത്. ഇതിന് മുന്നേ നമ്മളിവിടെ വന്നിട്ട് ചോറും ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചുമ്മാ രാത്രി ഇങ്ങനെ കറങ്ങാനിറങ്ങിയപ്പോൾ ദോശ തിന്നാൻ വേണ്ടി ഒരു ക്രേവിങ്സ് അടിച്ചു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കടയിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെയൊന്നും കിട്ടില്ല. പിന്നെ നമുക്കൊരു ഉൾവിളി തോന്നി, എവിടെ ഇല്ലെങ്കിലും നമ്മൾ വയനാടൻസ് കഫേയിലുണ്ടാവും എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പക്ഷേ ഒടുക്കത്തെ തിരക്കായിരുന്നു. എന്നാലും നമ്മൾ എവിടെയോ ഇരിക്കാനുള്ളൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. നമ്മൾ അങ്ങനെ ഇരുന്നു. എപ്പോൾ ഫോട്ടോ എടുത്താലും മുടി ഒതുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗും കൂടിയാണ് ഇത്. ഓക്കെ, ദേ ഇവനെ പോലെ. അങ്ങനെ നമുക്ക് മെനുവും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നു. നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ, എന്താ കഴിക്കേണ്ടത് എന്നുള്ളത്. എനിക്ക് ദോശയും വടയും ചമ്മന്തിയും സാമ്പാറുമായിരുന്നു. അങ്ങനെ നമ്മൾ ദോശയും വടയും ചമ്മന്തിയും സാമ്പാറൊക്കെ വന്നു. പക്ഷേ എൻ്റെ വട വന്നില്ല കേട്ടോ. ഞാനും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് മറന്നു. പിന്നെ IPL നടക്കുന്ന കാരണം ഭക്ഷണം കഴിപ്പും മൊബൈലിൽ ഇത് കാണലും IPL കാണലൊക്കെ ഒന്നിച്ചായിരുന്നു കേട്ടോ. എനിക്ക് IPL പറ്റി വലിയ പിടിയില്ലാത്തതുകൊണ്ട് എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം തീറ്റയിലായിരുന്നു. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ കപ്പയും ബീഫും ആയിരുന്നു കേട്ടോ. കപ്പയും ബീഫും അടിപൊളിയായിരുന്നു ഗൈസ്. നിങ്ങൾ വരുന്ന സമയത്ത് വയനാടൻസ് കഫേയിലുള്ള കപ്പയും ബീഫും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറിൻ്റെ ഒക്കെ കൂട്ടത്തിൽ വരുന്നതാണ്, ദോശയും കാര്യങ്ങളൊക്കെ. പക്ഷേ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ വട അവർ തരാഞ്ഞത് വളരെ മോശമായിപ്പോയി. അങ്ങനെ ഇച്ചിരി നേരം ദോശയ്ക്ക് ബ്രേക്ക് കൊടുത്ത് ഞാൻ ബീഫും കപ്പയും അടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അങ്ങനെ ബീഫും കപ്പയും ദോശയും ബീഫും എല്ലാം കൂടി ഞാൻ അടിച്ചു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളി ബീഫായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് അവൻ ഒരു വടയും കൊണ്ടു തന്നു. അപ്പോൾ വട കിട്ടിയപ്പോഴേക്കും എൻ്റെ സാമ്പാറും ചമ്മന്തിയും തീർന്നു. അങ്ങനെ അവസാനം ഞാൻ സാമ്പാർ ചമ്മന്തിയും വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചു. അവരെനിക്ക് രണ്ടാമത് കൊണ്ടു തന്നു. 2 വട്ടമൊക്കെ ഒഴിച്ചു തന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി അവർ നമുക്കൊരു ചാറ് കൂട്ടാനും തന്നിട്ടുണ്ടായിരുന്നേ. എന്തെങ്കിലും ഒരു ഗ്രേവി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു അടിപൊളി മീൻകറിയായിരുന്നു കിട്ടിയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് IPL കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് 2 പേർക്കും കൂടി 299 രൂപയായി ബില്ലും കൊടുത്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മറക്കണ്ട, വയനാടൻസ് കഫേ.